ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നത്. അൽഹംദുലില്ലാ ഞങ്ങളും നല്ല റാഹത്തായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മക്കത്തെത്തിയതിന് ശേഷമുള്ള ഫസ്റ്റത്തെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഫസ്റ്റത്തെ വ്ളോഗാണ്. ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ്. കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോകൾക്ക് പോവാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യാം. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുക. ഇവിടെ ഗ്രോസറി ഒന്നും ഇല്ലേനു, കാരണം ഇപ്പം മാത്രമല്ലേ നിൽക്കലുള്ളത്. അപ്പോൾ കുറച്ച് ഐറ്റംസ് മാത്രമേ കൊണ്ടുവച്ചിട്ടുള്ളൂ. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തേക്കുള്ളത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഹൈപ്പർ പാണ്ട് ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ, അങ്ങോട്ടാണ് പോണത്. എല്ലാം ഒന്നിങ്ങനെ സെറ്റായിട്ട് വരുന്നേ ഉള്ളൂ. ഇത് ഞങ്ങൾ വന്ന് നെക്സ്റ്റ് ഡേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ലേറ്റായി ഇടാൻ, വേറെ ഒന്നല്ല, ഞാൻ പറഞ്ഞില്ല എല്ലാം കൂടെ ഒന്നിങ്ങനെ റെഡി ആയിട്ട് വരുന്നുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ എനിക്കിപ്പം കൂടുതലും ഷോർട്സ് ഇടണമെങ്കിനോടാണ് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ്. നല്ല രസമാണല്ലോ ഷോർട്സ്, കുറച്ച് സമയം മതി, പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഒക്കെ ഈസിയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയട്ടോ. ഇങ്ങനെ ഡെയിലി ഷോർട്സ് ഇടുന്നത് ഇഷ്ടമാണോ? അത് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് പറയണേ, നമുക്ക് അതുപോലെ ചെയ്യാം. പിന്നെ ഇതാ ഇവിടെ താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. കാർ ഇവിടെ അടുത്ത് തന്നെയാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായത്. അപ്പം അതിലേക്ക് കയറി. ഇനി ഞാൻ പറഞ്ഞില്ല ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഹൈപ്പർ പാണ്ടുള്ളത്. അങ്ങനെ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ നമ്മളധികം ഗ്രോസറീസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഹൈപ്പർ പാണ്ടേൽക്കും ഒക്കെ തന്നെയാണ് വരലുള്ളത്. പിന്നെ ഹോൾസെയിലായിട്ട് കിട്ടുന്ന സ്ഥലമുണ്ട്, ഒരു മാർക്കറ്റ് ഉണ്ട്, അവിടേക്ക് ഇപ്പോൾ പോയിട്ട് വാങ്ങും കേട്ടോ. ഞാനൊറ്റ പ്രാവശ്യം അവിടെ പോയിട്ടുള്ളൂ. നല്ല രസമാണ് കാണാൻ. പക്ഷേ എന്താ പറയുക, അധികം ലേഡീസൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്കൊരു മടിയാവും അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. അങ്ങനെ ഞാനിപ്പോൾ ഇതാ ഓരോന്നോരോന്നായിട്ട് നോക്കുന്നുണ്ട്. വെറുതെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. എല്ലാത്തിനും ഇങ്ങനെ ഓഫറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടേനു. അപ്പം ഈ ചോക്ലേറ്റ്സും സ്നാക്സൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നല്ല ഓഫറൊക്കെ ഉണ്ടേനു കേട്ടോ. പക്ഷേ ഒന്നും വാങ്ങിക്കാൻ നിന്നില്ല, കാരണം ഞാൻ ഇൻഷാല്ലാ ഡയറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫിറ്റ് കപ്പിൾ ഉണ്ടല്ലോ, ഓരോ കൂടെ തന്നെയാണ് ഡയറ്റ് ചെയ്യണത്. ഞാൻ മുന്നേ 2 പ്രാവശ്യം ഓരോ കൂടെ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പം പ്രാവശ്യം ഓരോ കൂടെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇൻഷാല്ലാ ഒരു 10 കിലോ ഒക്കെ കുറയ്ക്കണമെന്നുണ്ട്. പക്ഷേ എത്രത്തോളം കുറയുമെന്നറിയില്ല. 5 കുറഞ്ഞാൽ തന്നെ വലിയ കിട്ടൽ വിചാരിക്കുക. ഞാൻ ഫിറ്റ് കപ്പിളിൻ്റെ ഒരു 90 ഡേയ്സിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ, പോസ്റ്റ് പാർട്ടം ഡയറ്റ് എന്ന് പറഞ്ഞിട്ട്. അതിൽ നല്ലപോലെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെയും ഞാൻ ശ്രദ്ധിക്കാതെ വെയിറ്റ് കൂടി. അങ്ങനെ ഇൻഷാല്ലാ ഇനി വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. ഇനി റൂമൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാനുണ്ട്. നമ്മളത് കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് നല്ലോണം ടയേർഡായിന് കേട്ടോ. അപ്പോൾ അന്ന് ഒന്നും ചെയ്തിട്ടില്ലേനു. ജസ്റ്റ് ഇങ്ങനെ സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ട് നമുക്ക് വേണ്ടത് മാത്രം എടുത്ത് വെച്ചിട്ടുള്ളേനി. ഇനിയിപ്പം ബാക്കിയുള്ളതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ നോയിനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു സാധനമാണ് കേട്ടോ. ഓനിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. ശരിക്കും ഇത് പൂളാണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പൂളാണ്. അത് എയർ നിറച്ചിട്ട് നമുക്ക് ഇപ്പം വെള്ളമൊക്കെ നിറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നോയിൻ്റെ ഒരു ഏജുള്ള മക്കൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. വലിയ കുട്ടികൾക്കൊന്നും പറ്റില്ല കേട്ടോ, ഭയങ്കര ചെറുതാണ് സാധനം. ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ അതിൽ കുറച്ച് ടോയ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഓനങ്ങനെ ഇരുത്താമെന്ന് വിചാരിച്ചിട്ടാണ് അത് വാങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണം. നോയിൻ്റെ ഡ്രസ്സസും എൻ്റെ ഡ്രസ്സസും ഇങ്ങനെ പെട്ടിയിലാക്കി വെക്കാമെന്ന് വിചാരിച്ച്. നേരെ മറിച്ച് അലമാറയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ വല്ലാതെ മടക്കി വെക്കില്ല, എല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ ഡംപ് ചെയ്യുകയാണ് ചെയ്യൽ. അപ്പോൾ ഇങ്ങനെ പെട്ടിയിലാവുമ്പം കുറച്ചും കൂടെ ഒന്ന് ഓർഗനൈസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് മടക്കി വെക്കുക. അപ്പോൾ എല്ലാം ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഓരോരോ കാറ്റഗറി ആയിട്ട് ഞാൻ മാറ്റുന്നുണ്ട്. ഇങ്ങനെ വെക്കുമ്പം കുറച്ചും കൂടെ ഈസി ആവും കേട്ടോ. അതായത് വീട്ടിലിടുന്നത് ഒരു സെഷനും, പിന്നെ ട്രൗസേഴ്സ് അങ്ങനത്തത് വേറെ, ഈ നാപ്പീസൊക്കെ ഉണ്ടല്ലോ അത് വേറെ, പിന്നെ പുതിയ ഡ്രസ്സസ് പുറത്ത് പോകുമ്പോഴൊക്കെ ഇടാനുള്ളത് വേറെ, അങ്ങനെ ആക്കിയിട്ടാണ് വെക്കുന്നത്. എനിക്ക് എൻ്റെ ഡ്രസ്സ് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഇഷ്ടം ഇവൻ്റെ ഡ്രസ്സസ് ഇങ്ങനെ ഒതുക്കി വെക്കാനാണ് കേട്ടോ. കാരണം ചെറിയ ഡ്രസ്സസാണ്, പിന്നെ എല്ലാം ഇങ്ങനെ നല്ലപോലെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ സൂപ്പർ ബോട്ടത്തിൻ്റെ 2 ഔട്ടർ കവർ മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നോയിനിങ്ങനെ മൂത്രമൊഴിക്കാനൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഓനിങ്ങനെ പറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു ഇൻസേർട്ടിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് അത് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഈ ഒരു ഔട്ടർ കവർ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ 2 ക്യാപ്സ്, അങ്ങനെ കുറച്ച് സാധനം മാത്രമേ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളൂ. കാരണം നമ്മൾ അത്ര അധികമൊന്നും നിൽക്കുന്നില്ല, കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ട് മാത്രമാണ് വന്നിട്ടുള്ളത്. അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ട് ഈ കുഞ്ഞി പെട്ടിയിലേക്കാണ് ഓൻ്റെത് വെക്കുന്നത്. ഇത് എത്ര ദിവസം എങ്ങനെ വെക്കുമെന്ന് അറിയില്ല കേട്ടോ. ചിലപ്പോഴേക്ക് മടി പിടിച്ചാൽ എല്ലാം കൂടെ കുത്തി ചീരിയിടലാണ് പതിവ്. പിന്നെ അത് ക്ലോസ് ചെയ്ത് വെച്ചേനെ. ഇനി എൻ്റെ ഡ്രസ്സസൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാനുണ്ട്. അപ്പം പോയി നോക്കിയപ്പം ഉമ്മ ഇവിടെ ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ.
പിന്നെ ഇവിടുത്തെ ബാൽക്കണിയൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ വലിയ കാര്യമില്ല, കാരണം ഇവിടെ നല്ലപോലെ പ്രാവ് വരും. അപ്പോൾ ഈ പ്രാവിൻ്റെ പൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് എനിക്ക് തോന്നുന്നു നമ്മളെ ഹെൽത്തിനും കേടാണെന്ന് ഞാൻ ഇവിടെയൊക്കെ ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കാരണം എന്തൊക്കെയോ റെസ്പിറേറ്ററി അസുഖങ്ങളൊക്കെ വരുന്നുള്ളത്. അപ്പോൾ അത് തുറക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വല്ലാതെ സമ്മതിക്കില്ല, കാരണം ആ ഒരു എയർ ഉള്ളിലേക്ക് കയറണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇനി ഞാൻ എൻ്റെ ഡ്രസ്സസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. ഇതിലിങ്ങനെ ഡെയിലി യൂസ് ചെയ്യാനുള്ളത് ഒരു സെഷനായിട്ട്, പിന്നെ ഹിജാബ്സൊക്കെ വേറെ സെഷൻ, പിന്നെ പുറത്ത് പോകുമ്പോൾ ഇടുന്നത് വേറെ, അങ്ങനെ ആക്കിയിട്ട് വെക്കുന്നുണ്ട്. പുറത്ത് പോകുമ്പോഴുള്ളത് ഞാൻ അങ്ങനെ അധികം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, കാരണം ഇവിടെ വന്നാൽ അധികം അബായ തന്നെയാണ് യൂസ് ചെയ്യൽ. 2 അബായ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഹാൻഡ് സ്ലീവ് ഉണ്ട് കേട്ടോ. കുറേ പേര് ചോദിക്കലുണ്ട് ഹാൻഡ് സ്ലീവ്സ് എവിടുന്നാണ് വാങ്ങിക്കലുള്ളതെന്ന്. ഞാൻ കുറേ ആമസോണിൽ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കുറച്ചും കൂടി ഒരു കട്ടിയുള്ള മെറ്റീരിയലാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇത് ഞാനൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ലിങ്ക് കിട്ടുകയാണെങ്കിൽ താഴെ കൊടുക്കണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ടി. പിന്നെ എൻ്റെത് ഈ ഒരു വലിയ പെട്ടിയിലേക്കാണ് കേട്ടോ ഞാൻ എല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് വെച്ചത്. ഇനി കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്, പണിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് ഒരു ഹെയർ ഓയിലാണ്, താരഹാരി എന്ന് പറഞ്ഞിട്ട്. ഇത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ സദ്വേട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു പാരമ്പര്യ വൈദ്യനുണ്ട് കേട്ടോ. എൻ്റെ അപ്പൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഓരുണ്ടാക്കുന്ന ഒരു ഹെയർ ഓയിലാണിത്. ഞങ്ങൾ സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് സെറ്റിലായ ആ ഒരു സമയം മുതൽ ഞാനിത് യൂസാക്കി നോക്കിയിട്ടുണ്ട്. അന്ന് എനിക്ക് നല്ല മുടി ഉണ്ടായിനി, നല്ല ലെങ്തി ആയിട്ടുള്ള മുടി ഉണ്ടായിരുന്നു. പക്ഷെ നല്ലോണം താരൻ ഉണ്ടായിനി കേട്ടോ. അപ്പോൾ താരം പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഹെയർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുണ്ടായത്. ഇപ്പോഴും ഞാൻ യൂസാക്കുന്നുണ്ട്. ഇത് വെളിച്ചെണ്ണയിൽ കാച്ചിയെടുക്കുന്ന ഓയിലാണ്. മുടി വളരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പിന്നെ താരം പോകാൻ വേണ്ടിയിട്ട് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള എന്തൊക്കെയോ മരുന്നുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കാച്ചിയെടുത്തിട്ടുള്ളതാണ്. ഇപ്പം ഇതന്നെയാണ് കേട്ടോ യൂസ് ചെയ്യലുള്ളത്. എൻ്റെ ഇപ്പൻ്റെ ഏജ് 50+ ആണ് കേട്ടോ. പക്ഷേ ഇപ്പൻ്റെ ഏജിലുള്ളവരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പൻ്റെ മുടിയൊന്നും അങ്ങനെ നിറച്ചിട്ടില്ല, അൽഹംദുലില്ലാ. ഒന്നാമത്തെ കാര്യം ഇപ്പം നല്ല ഹെൽത്ത് കോൺഷ്യസ് ആണ്. പിന്നെ ഇങ്ങനത്തെ നല്ല നല്ല ആയുർവേദിക് ഹെയർ ഓയിൽസും യൂസ് ആക്കലുണ്ട്. അപ്പം ഇത് നമ്മളെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും പിന്നെ താരം പോവാനും അതേപോലെ മുടി വളരാനും വേണ്ടിയിട്ട് ഹെൽപ്പാക്കും കേട്ടോ. താരം പോകുന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി തരാം, കാരണം എൻ്റെ തലയിൽ അത്രയും താരനുണ്ടേനി. ഞാൻ വീക്ക്ലി 3 പ്രാവശ്യമാണ് ഓയിൽ യൂസ് ആക്കൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നല്ല പോലെ കുറഞ്ഞിട്ടുണ്ട്, നല്ല മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവരുടെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം. ഒരു ഓൾ ഇന്ത്യ ഷിപ്പ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഫുൾ ഡീറ്റെയിൽസും താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനി ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. അപ്പം അമ്മ ചോറും കറികളൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ കുബൂസ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇവിടുത്തെ ഒരു മെയിൻ അഡ്വാൻറ്റേജാണ് കുബൂസ്. എനിക്കിഷ്ടമാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും നമുക്ക് ഒരു കുബൂസ് ഉണ്ടെങ്കിൽ വയറ് നിറയല്ലോ. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ ഡയറ്റ് എടുക്കുമ്പോൾ ഒരു മടി എന്താ വെച്ചാൽ ഇങ്ങനെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളത് ഉണ്ടാക്കേണ്ടി വരുമല്ലോ. അപ്പം ഈ കുബൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു ലൈഫ് സേവറാണ്. അപ്പോൾ ഞാൻ ഉപ്പേരിയും മീനും പിന്നെ കുബൂസും കൂട്ടിയിട്ടേനു കഴിച്ചിട്ടുണ്ടായത്. പിന്നെ ഒരു പാക്കേജ് വന്നിട്ടുണ്ടേനി, ഇത് ഷീൻ എന്നുള്ളതാണ്. ഞാൻ ഇവിടുന്ന് ഷീൻ്റെ സാധനങ്ങൾ ഓർഡർ ചെയ്യലുണ്ട് കേട്ടോ. നല്ല ഐറ്റംസാണ് അധികം കിട്ടലുള്ളത്. ഇങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊന്നും അങ്ങനെ വല്ലാതെ ഞാൻ നോക്കലില്ല. എനിക്കിതുപോലത്തെ ഈ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ കൂടുതലും ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഷീനിൽ നിന്ന് ഇങ്ങനെ വാങ്ങിക്കലുണ്ട്. ഇത് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ജ്യൂസറാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ താഴത്തും ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ. വലിയ വലിയ ഫ്രൂട്ട്സിൻ്റെ പീസസൊക്കെ ഇട്ട് കൊടുക്കാൻ അങ്ങനെയും പറ്റും. അപ്പോൾ ഞാനത് നോയിന് വേണ്ടിയിട്ട് ഇനിയിപ്പം എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ഈ പഴം വേവിച്ചുകൊണ്ടായാലും അടിച്ചു കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അത് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഞാൻ കുറേ കാലമായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് തിളപ്പിക്കാൻ പറ്റുന്ന ഒരു ഗ്ലാസിൻ്റെ ജാറാണ് കേട്ടോ ചായയൊക്കെ ഉണ്ടാക്കാൻ. ഞാനിങ്ങനെ ഈ എസ്തെറ്റിക് വീഡിയോസ് ഉണ്ടല്ലോ അതൊക്കെ നല്ലോണം ഇരുന്ന് കാണും കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഇങ്ങനത്തെ ഓരോരോ പാത്രങ്ങളും സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹം അതൊക്കെ ഒന്ന് നമുക്കുണ്ടെങ്കിൽ നല്ലതല്ലേ വിചാരിച്ചിട്ട്. നല്ല ഭംഗിയാണല്ലോ അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാനിതുവരെ സ്റ്റവിൽ വെച്ച് നോക്കിയിട്ടില്ല, എന്താവും എന്നുള്ളത് അറിയില്ല. പിന്നെ ഇത് ഞാൻ കുറച്ച് കണ്ടെയ്നേഴ്സ് വാങ്ങിയതാണ്. നമുക്ക് ഫ്രിഡ്ജിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ, ഇപ്പോൾ ലെഫ്റ്റ് ഓവേഴ്സ് ആണെങ്കിലും പിന്നെ പച്ചക്കറികൾ, ഇലകൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 24 പീസ് വരുന്ന ഒരു സെറ്റാണ് കേട്ടോ. അത് ഏകദേശം ഒരു 125 റിയാലോ അങ്ങനെ എന്തോ ആണ് തോന്നുന്നുണ്ടായിന് പ്രൈസ് വന്നിട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ നോയിനിങ്ങനെ അനാറെടുത്ത് കൊടുക്കുന്നുണ്ട്. ഓനക്കതിങ്ങനെ പ്രസ് ചെയ്തിട്ട് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഇതിൽ കാറ്റ് നിറയ്ക്കണം. അപ്പോൾ അത് കാറ്റ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പമ്പും കാര്യങ്ങളൊക്കെ എടുത്തപ്പോഴേ ഓനും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തുണ്ടെങ്കിലും ആദ്യം കൈകാര്യം ചെയ്യണം കേട്ടോ, എന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കുക. അപ്പോൾ ഓൻ്റെ കയറിമറയിലൊക്കെ കയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
എപ്പോഴും എങ്ങനെയാണെന്നറിയോ, ഞാൻ എന്തെങ്കിലുമൊക്കെ വലിയ കാര്യത്തിൽ ഇവനക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കൊണ്ടിരും. പക്ഷേ ഇവന് അതൊന്നും യൂസ് ചെയ്ത് കളിക്കില്ല കേട്ടോ. ഇവനക്ക് മെയിനായിട്ട് ഈ അടുക്കളയിലുള്ള പാത്രങ്ങൾ, ഈ കുഴൽ, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കൂടുതലും ഇഷ്ടം. പിന്നെ എന്താ പറയുക, കണ്ണാടി, നമ്മളെ ഈ സ്പെക്സ് ഉണ്ടല്ലോ, അത് കണ്ണട, അത് യൂസ് ചെയ്തിട്ടാണ് മെയിനായിട്ടുള്ള കളി. അങ്ങനെ എൻ്റെ ഒരു സ്പെക്സ് ഓൻ പൊട്ടിച്ച്, ഇതിപ്പോൾ ഞാൻ പുതിയത് വാങ്ങിച്ചതാണ് കേട്ടോ. ഭാഗ്യത്തിന് എനിക്ക് ആ ഒരു സെയിം പാറ്റേൺ തന്നെ കിട്ടി. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കലുണ്ട്, ഞാൻ സ്പെക്സ് വെക്കുന്നത് എന്തിനാ, വെറുതെ ഒരു ഷോക്ക് വേണ്ടിയിട്ടാണോ എന്ന്. ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞാണ് എനിക്ക് കണ്ണിന് പവറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സ്പെക്സ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇനി ഞങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. രാത്രി അധിക ദിവസം ഒന്ന് പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെ ഇവിടെ ഒരു അൽബേക്ക് ഉണ്ടായിനി, അപ്പോൾ അൽബേക്കിൽ പോയിട്ട് ഷവർമ വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. ഇവിടുത്തെ ഷവർമയ്ക്ക് നല്ല ഇഷ്ടമാണ്. അതിൽ 2 ടൈപ്പിൽ വരുന്നുണ്ട്. ഒരെണ്ണം തഹീനി ഒഴിച്ചിട്ടുള്ളത്, പിന്നെ ഒരെണ്ണം മയണീസ് ഉള്ളത്. അപ്പോൾ തഹീനി പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഉപ്പ് തോന്നും കേട്ടോ. നേരെ മറിച്ച് മയണീസ് ആകുമ്പം അങ്ങനെ അത്ര ഉപ്പ് ഉണ്ടാവലില്ല. ഞാൻ 2 രീതിക്കും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ തഹീനിൻ്റെ ടേസ്റ്റാണ് കുറച്ചും കൂടെ ഒരു രസം, നമുക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റായിട്ട് തോന്നൽ. അങ്ങനെ ഷവർമ ഇപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി ഇരുന്നിട്ട് കഴിക്കലാണ് അധികം ചെയ്യലുള്ളത്. പിന്നെ നോയിനും ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കളിക്കാൻ പറ്റിയിട്ടുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നിങ്ങനെ തിരഞ്ഞു നോക്കി. അപ്പോൾ ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു വലിയ പാർക്ക് ഉണ്ടായിന്. ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു പാർക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോണത്. അങ്ങനെ ഈ ഒരു വിരിപ്പ് എപ്പോഴും ഞാൻ ഈ സ്ട്രോളറിൻ്റെ ഉള്ളിൽ വെക്കലുണ്ട്, കാരണം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് റിഫ്രഷിങ് ടിഷ്യൂസൊക്കെ കിട്ടീന് കേട്ടോ അൽബേക്കിന്ന്. സത്യം പറഞ്ഞാൽ ഈ ഷവർമ വാങ്ങിക്കുമ്പം ഞാൻ ഡയറ്റില്ല എന്നുള്ള കാര്യമൊക്കെ ഓർമ്മയില്ലേനി കേട്ടോ, അതാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ ഷവർമ കമ്പാരിറ്റീവ്ലി ഓക്കെയാണ് തോന്നുന്നത്, കാരണം അതിൽ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടേനി, പിന്നെ അങ്ങനെ ഫ്രൈഡ് ആയിട്ടുള്ളതൊന്നല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഡയറ്റീഷ്യൻ അയച്ചെടുത്തപ്പം ചെറുതായിട്ടൊന്ന് ചീത്തയിട്ട്, എന്നാലും വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞേ. പിന്നെ ഇങ്ങനെ പാൽ കൊടുക്കുന്ന ഫീഡിങ് മദേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ചെറിയൊരു കൺസിഡറേഷനും തരും കേട്ടോ. പിന്നെ നോയിനെ കഴിപ്പിക്കുന്ന പരിപാടി ഇനി ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ ഇങ്ങനെ ഒരു റിമോട്ട് കാർ ഉണ്ടായിരുന്നു. സാധാരണ നമ്മളെ നാട്ടിലൊക്കെ ഓര് ഡ്രൈവ് ചെയ്യുക ചെയ്യൽ, അതായത് ഇതിൻ്റെ ഓപ്പറേറ്റേഴ്സ് തന്നെ ഓരെന്നെ അത് ഡ്രൈവ് ചെയ്യിപ്പിക്കും. ഇത് നമുക്ക് തന്നെ റിമോട്ട് തന്നിട്ടോര് അങ്ങനെ നമ്മളെ കൊണ്ട് ഡ്രൈവ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റൊക്കെ ഒരു സ്റ്റക്കിങ് ഉണ്ടാവും, കാരണം നമ്മൾ ഇത് ഇങ്ങനെ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. പിന്നെ എനിക്കത് നല്ല ഇഷ്ടമായി, നല്ല രസമുണ്ടായിനി അതിലിങ്ങനെ ഓനെ ഓട്ടിക്കാൻ വേണ്ടിയിട്ട്. ഓനക്ക് പിന്നെ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്ക് മടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പൈസ കൊടുത്തല്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ 15 മിനിറ്റും ഓനതിലിരുത്തി ഓടിച്ചിട്ടോ. ഇത് 15 മിനിറ്റിന് 10 റിയാലാണ് തോന്നുന്നത്. പിന്നെ അങ്ങനെ സമയം കൂടുന്നതിനനുസരിച്ചിട്ട് പ്രൈസും കൂടും. പിന്നെ അതിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മറ്റാൾക്ക് ഇങ്ങനെ വേറെ വണ്ടിയൊക്കെ കണ്ടപ്പോൾ അതിലൊക്കെ ഒന്ന് പോയി നോക്കണമെന്നും അതൊക്കെ ഒന്ന് ഇങ്ങനെ തുറന്ന് റിപ്പയറൊക്കെ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ അത് അമ്മ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അതെല്ലാം എടുത്തു വെച്ചിട്ട് ഞങ്ങൾ ഇനി ഇത് കഴിക്കുകയാണ്. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിക്കാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിന് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക.